എൻഗേജ്മെന്റിന്റെ അന്ന് ക്യാമറന്റെ മുന്നിൽ നിന്നിട്ട് ഹയാ ഇല്ലാത്ത ജീവിതം നയിച്ചാൽ മോളെ നിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുട്ടി ഹൈറാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വേണ്ടത് ഹയാ ആണ് മോളെ. ഹിജാബ് ഇട്ടാൽ പുറത്തിറങ്ങാം എന്നല്ല നിയമം. പിന്നെ പുറത്തിറങ്ങൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ ഹിജാബും മറയും ഒക്കെ പാലിക്കണം എന്നാ നിയമം. സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫർളായ ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പറഞ്ഞ ഒരു വർത്താനം കിതാബുകളിൽ കാണാം. എന്ത്? ഇനി എന്റെ ശരീരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അന്ന് എന്റെ മയ്യത്താവണം. മയ്യത്ത് മാത്രമേ ഇനി പുറത്തിറങ്ങുള്ളൂ. ഫർള് കഴിഞ്ഞു, ദാറ്റ്സ് എനഫ്. ഇനി എന്റെ മയ്യത്താണ് പുറത്തിറങ്ങുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ തലേന്ന് വസിയ്യത്ത് ചെയ്തത് എന്നെ നാളെ മരണപ്പെട്ടാൽ രാത്രി കബറടക്കിയാൽ മതി. എന്തേ? രാത്രി കബറടക്കുമ്പോൾ പൊതിഞ്ഞ കഫംപൂട ആരും കാണൂലല്ലോ. അപ്പോൾ ഇട്ട കയ്യൊറയിൽ ഗ്ലൗസിൽ വമാർസല്ലാക്കിയും ഫിദാക്കി എഴുതിയിട്ട് കാലിഗ്രഫി വരച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാനും പുറത്തിടാനും റീൽസിൽ കളിക്കാനും ഇൻസ്റ്റയിൽ തോണ്ടാനൊന്നും അല്ല ഗ്ലൗസ്. അള്ള പറഞ്ഞ നിയമമുള്ള ഒരു മുസ്ലിം പെൺകുട്ടിനെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഫാത്തിമ ബീവിയിലൂടെ ഉപ്പ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഒരു ഭാര്യനെ എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ടത് എന്ന് സൗദ ബീവിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹയാ ഉണ്ടോ? ഖൈർ അല്ലാഹ്